ഹലോ, അസ്സലാമു അലൈക്കും. വെൽക്കം. എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മളിന്ന് മൂന്നാം ഭാഗമാണ്. വലിയൊരു വീഡിയോ ആയതുകൊണ്ടാണ് 3 ഭാഗം ഇട്ടത്. അപ്പോൾ ഇന്ന് നമ്മൾ ബന്ദിപ്പൂരാണ് വന്നിട്ടുള്ളത്. ബന്ദിപ്പൂർ ടൈഗർ റിസർവിൽ എത്തിയിട്ടുണ്ട്. കർണാടകയിലുള്ള ബന്ദിപ്പൂർ എന്ന കൊച്ചു പ്രദേശത്ത് എത്തിയിട്ടുണ്ട്. ഫോറസ്റ്റാണ്, ടൈഗർ റിസർവ്ഡ് ഏരിയയാണ്. ഫോറസ്റ്റ് അധികൃതരുടെ കീഴിലാണ് ഈ ഫോറസ്റ്റ് കിടക്കുന്നത്. അപ്പോൾ നമ്മൾ കർണാടക ഫോറസ്റ്റ്, അത് കഴിഞ്ഞിട്ടും ബന്ദിപ്പൂർ ഫോറസ്റ്റിലേക്ക് കടന്നിരിക്കുകയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ മുഴുവനായിട്ട് എല്ലാവരും കാണുക. അപ്പോൾ സ്റ്റാർട്ടിംഗ് ആണ്. മിക്കവാറും മൃഗങ്ങളെ കാണാനും കൂടുതൽ മൃഗങ്ങൾ വരാനും സാധ്യതയുള്ള ഒരു ഫോറസ്റ്റും കൂടിയാണ് ബന്ദിപ്പൂർ ഫോറസ്റ്റ്. കാരണം കർണാടകയുടെ പരിധിയിലായതുകൊണ്ട് തന്നെ ഇത് കഴിഞ്ഞാലാണ് മുതുമലൈ ടൈഗർ റിസർവ് വരുന്നത്, തമിഴ്നാട് ബോർഡറിലേക്ക് കടക്കുന്നത്. അപ്പോൾ നമ്മൾ 3 സംസ്ഥാനങ്ങളിലൂടെയുള്ള കണ്ടിന്യൂ ആയിട്ടുള്ള യാത്രയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ട് കാണുക. വീഡിയോക്ക് എന്തെങ്കിലും രീതിയിലുള്ള കുഴപ്പങ്ങളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. ഓക്കെ. അപ്പോൾ ഏകദേശം ഒരു ഉച്ച ആയിട്ടുണ്ട്. ഒരു 12 മണിക്ക് ഉള്ളൊരു ടൈമിലാണ് ഈ യാത്ര പോകുന്നത് കേട്ടോ. അപ്പം വാഹനങ്ങൾ വളരെ കുറവാണ്. ബന്ദിപ്പൂർ എത്തിയപ്പോൾ കുറച്ച് വാഹനങ്ങളെ വരുന്നുള്ളൂ കേട്ടോ. കാരണം ബന്ദിപ്പൂർ റിസർവ്ഡ് ഏരിയ എന്ന് പറയുമ്പോൾ ഒരുപാട് റോഡുകൾ കണക്റ്റഡ് ആയിട്ടുള്ള ഒരു നല്ലൊരു പ്രദേശമാണ് കേട്ടോ. കാരണം നല്ല റോഡാണ്, അടിപൊളിയാണ്. മിക്കവാറും ഇവിടെ ടൈഗർ റിസർവ് സഫാരി ഉണ്ട് കേട്ടോ. കാരണം അവരുടെ ഒരു ക്യാമ്പ് ഇവിടെ നടത്തുന്നുണ്ട് എന്ന് കേട്ടിട്ടുണ്ട്. മിക്കവാറും നമ്മൾ ഈ പോകുന്ന വഴി അത് കാണാൻ സാധ്യതയുണ്ട്. വേണ്ടവർക്ക് അത് എടുത്തിട്ട് നിങ്ങൾക്ക് ടൈഗർ ഏരിയ മീൻസ് കാട്ടിൻ്റെ ഉള്ളിലേക്കുള്ളൊരു യാത്ര നല്ലൊരു എക്സ്പ്ലോറേഷൻ ആയിരിക്കും. അത് നല്ലൊരു എക്സ്പ്ലോർ ആയിരിക്കും. കാരണം കാണാനുള്ള ഭംഗി, വലിയൊരു ആംബിയൻസ് ആയിരിക്കും, വൈബായിരിക്കും എന്ന് വിചാരിക്കുന്നത്. ഞാൻ പോയിട്ടില്ല, പക്ഷേ കേട്ടിടത്തോളം ഉള്ളിലൊക്കെ ഒരുപാട് മൃഗങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ടെന്നെല്ലാം കേട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയയിലേക്കാണ് നമ്മളിപ്പോൾ കടക്കുന്നത്. ഓക്കെ. അപ്പോൾ വീഡിയോ എന്തായാലും മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണണം കേട്ടോ. കണ്ടില്ല, മാന് ഉണ്ട് കേട്ടോ. മാന് കാണുന്നുണ്ട്. ഇപ്പം നമ്മൾ മാനിനെ കണ്ടപ്പോൾ നിർത്തിയിട്ട് സ്ലോ ആക്കിയിട്ടാണ് നമ്മൾ പോകുന്നത് കേട്ടോ. കാണേണ്ട മൃഗങ്ങൾ മാനാണെങ്കിലും നമ്മൾക്കതൊരു അത്ഭുതമാണ്. കാരണം നമ്മൾ എപ്പോഴും കാണുന്ന മൃഗങ്ങളൊന്നും അല്ലല്ലോ അതൊന്നും. അപ്പോൾ ചിലർ മാനല്ലേ, മുയലല്ലേ, കുരങ്ങനല്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് നിർത്താതെ പോകുന്ന ഒരു ആളുകളുണ്ട് കേട്ടോ. പക്ഷെ അങ്ങനെയൊന്നും ചെയ്യരുത്. നമ്മുടെ കൂടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ, ഫ്രണ്ട്സോ കൂട്ടുകാരോ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് താല്പര്യം ഉണ്ടെങ്കിലും അവർക്ക് താല്പര്യം ഉണ്ടാവും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, വണ്ടി നിർത്തിയിട്ട് അവരെ കണ്ട് കുറച്ച് നേരം നോക്കി കണ്ടിട്ടൊക്കെ പോകണം. കാരണം ഇത് കീപ്പ് ഹിയർ നടക്കാണ്ട് ഡൈവേഴ്സാണ് കേട്ടോ. റോഡ് 1 വേ ആണ് അധികം ഉള്ളത്. കാട്ടിനുള്ളിൽ 1 വേ എന്നൊക്കെ അത്ഭുതമാണ്. അത് ബന്ദിപ്പൂർ കർണാടക സംസ്ഥാനത്തിന് മാത്രം കഴിയുന്ന ഒരു കഴിവാട്ടെ എന്തായാലും. കാരണം 1 വേ റോഡൊക്കെ ഉണ്ട് കേട്ടോ കാട്ടിനുള്ളിലൂടെ. എന്തായാലും നല്ല വിജനമായ സ്ഥലങ്ങൾ കേട്ടോ. ഒരു വീടൊന്നുമില്ല, നിറയെ അമ്പുകൾ കേട്ടോ. പെട്ടെന്നാണ് അമ്പ് വന്ന് ബ്രേക്ക് പിടിക്കണത്. അത് കണ്ടില്ല എന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ശ്രദ്ധിച്ച് തന്നെ വാഹനം ഓടിക്കണം. വളരെ ഫാസ്റ്റിലൊന്നും അവിടെ വാഹനം ഓടിക്കാതിരിക്കുക. കാരണം ബ്ലാങ്കായിട്ട് നിൽക്കുന്ന റോഡൊക്കെയാണ്. സംഭവം ശരിയാണ്, പക്ഷേ ഭയങ്കര കർവാണ്. വളരെ കുത്തനെയുള്ള കയറ്റങ്ങളാണ്. ഒക്കെയാണ് മൃഗങ്ങളും ആനകളും ഒക്കെ അങ്ങോട്ട് ക്രോസ് ചെയ്യാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. കാരണം എന്തെങ്കിലും സംഭവിച്ചാൽ അവിടെ ഹെൽപ്പ് ചെയ്യാൻ ഒരു മനുഷ്യക്കുഞ്ഞ് പോലും ഉണ്ടാവില്ല. കാരണം വാഹനങ്ങളൊക്കെ അപൂർവമായിട്ടുള്ളേ ഉള്ളൂ. ഒരു വാഹനം 2 വാഹനമൊക്കെ പോയാൽ പോയി. ചിലർ നമുക്ക് എന്തെങ്കിലും പറ്റിയാൽ പോലും നിർത്തില്ല. കാരണം അന്യ സംസ്ഥാനത്തുകാരാണ്. നമ്മൾ കേരളത്തിലെ ആളുകളെ പോലെ ആവില്ല. മിക്കവാറും അങ്ങനെയാണ് സംഭവിച്ചിരിക്കുന്നത്. കാരണം കേരളത്തിലൊക്കെ സംഭവിക്കുകയാണെങ്കിൽ ഹെൽപ്പിനും സഹായത്തിനും ഒരുപാട് നല്ല മനസ്കാരായ ആളുകൾ ഓടിയെത്തുന്ന കാഴ്ച നമ്മൾ എപ്പോഴും കാണാറുണ്ട്. പക്ഷേ അന്യ സംസ്ഥാനത്ത് പോകുമ്പം തിരിഞ്ഞു നോക്കാറ് പോലില്ല. ഉള്ള സാധനങ്ങൾ എടുത്തിട്ട് ഓടുന്ന ഒരു അവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മളൊക്കെ വാഹനങ്ങൾ ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കണം. അപ്പോൾ അതാണ് ഏറ്റവും കൂടുതൽ എനിക്ക് മുൻഗണനയായിട്ട് പറയാനുള്ളത്. കാരണം ഇതിലൂടെ വാഹനം ഓടിക്കുമ്പോൾ വളരെ സന്തോഷമാണ്, വളരെ അടിപൊളിയാണ് കേട്ടോ. അടിപൊളി വൈബാണ്. ഡ്രൈവ് ചെയ്ത് ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ ഈ ഒരു റോഡ് തിരഞ്ഞെടുക്കാം കേട്ടോ. എൻ്റെ അഭിപ്രായത്തിൽ കാറിനെക്കാട്ടി ബെറ്റർ ബൈക്കാട്ടോ. ബൈക്ക് യാത്ര കുറച്ചും കൂടി സുഖമാവും. കാരണം എന്താ വെച്ചാൽ ഏത് ഇടയിലൂടെയൊക്കെ വാഹനങ്ങൾ വലിയ ബുദ്ധിമുട്ടില്ലാതെ യാത്ര ചെയ്യാൻ പറ്റുന്നൊരു ബൈക്കാണ്. കാരണം ഇവിടെ കാറൊക്കെ ആകുമ്പോൾ എന്ന് പറഞ്ഞാൽ നമുക്കൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഭയങ്കര ഹെവി ചൂടും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതിലൂടെയൊക്കെ ബൈക്ക് റൈഡേഴ്സിന് അടിപൊളിയാണ്. കാരണം ഒരുപാട് ബൈക്ക് റൈഡേഴ്സ് ഇതിൽ കൂടെ യാത്ര ചെയ്തിട്ടുള്ളത് നമ്മൾ ഒരുപാട് വ്ളോഗിലും യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്. പക്ഷെ അവരൊന്നും ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുള്ള റോഡ് വ്യൂ കാണിച്ചിട്ടില്ല. റോഡ് വ്യൂ എൻ്റെ ചാനലായിരിക്കും ആദ്യമായിട്ട് വരുന്നത്. ചിലർക്ക് അരോചകരം ഉണ്ടാവാം. കാരണം കണ്ടിന്യൂ ആയിട്ട് ഇങ്ങനെ റോഡ് ഇങ്ങനെ കാണിച്ചു പോകുമോ, എന്താ അതിലൊന്നും കാണുന്നില്ലല്ലോ എന്നൊന്നും വിചാരിക്കരുത്. അത് വിചാരിക്കുന്നുണ്ടാവും. അതുകൊണ്ട് സ്കിപ്പ് ചെയ്യാനൊന്നും നിൽക്കരുത്. കാരണം ഇത് നിങ്ങൾ കാണാൻ കഴിയാത്തവർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത്. എന്നാലും മാക്സിമം സ്പീഡ് ചെയ്തിട്ട് തന്നെയാണ് വീഡിയോ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ മക്കളെ, നമ്മുടെ സിംഹവാലൻ കുരങ്ങിനെ കണ്ടുട്ടോ. അത്ഭുതം തന്നെയാണ്. അതിൻ്റെ അടിയിൽ കുറച്ച് മാൻപേടകളുണ്ട്. പുള്ളിമാനുകളാട്ടോ. നല്ല അടിപൊളി രസമുള്ള ഭംഗിയുള്ള പുള്ളിമാനുകൾ.
നമ്മുടെ സാധാ കുരങ്ങന്മാർ വയനാട് ചുരത്തിലുള്ള കുരങ്ങന്മാരല്ല, ഇത് സിംഹവാലൻ കുരങ്ങാണ്. നമ്മൾ തിരുവനന്തപുരത്ത് മൃഗശാലയിൽ നിന്ന് ചാടിപ്പോയ ഒരു കുരങ്ങുണ്ടല്ലോ, വലിയ പ്രശ്നക്കാരനായ കുരങ്ങന്, ആ കുരങ്ങനാണ് ഈ കാണുന്നത് കേട്ടോ. നല്ല ബ്ലാക്ക് ഫ്രണ്ട്, മുഖമൊക്കെ ബ്ലാക്ക്, ബോഡീൻ്റെ ഫ്രണ്ടേജ് ഫുള്ള് ബ്ലാക്ക് ആയിട്ടുള്ള നല്ല അടിപൊളി വെറൈറ്റി ലോങ് ആയിട്ടുള്ള വാലൊക്കെ ഉള്ള നല്ല രസമുള്ള കുരങ്ങനാണ് സിംഹവാലൻ കുരങ്ങ്. നല്ല ബുദ്ധിമാനാണ്, നല്ല കഴിവുള്ള കുരങ്ങന്മാരാണ്, അടിപൊളിയാണ്, ഒരു രക്ഷയില്ല. അപ്പോൾ എന്തായാലും വീഡിയോ എന്താണ് ഇഷ്ടപ്പെടുന്നവരൊന്ന് മാക്സിമം സ്റ്റോപ്പ് ചെയ്തൊക്കെ നിരീക്ഷിക്കാവുന്നതാണ്. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ വീഡിയോ കുറച്ചും കൂടി കാണാൻ പറ്റും. ഇതാ നല്ല മാന് കണ്ടില്ലേ, മാനുകൾ കണ്ട മാനട്ടോ. നമ്മൾ ഈ കടന്നു വന്ന കർണാടക ഫോറസ്റ്റ് ആയാലും മുത്തങ്ങ ഫോറസ്റ്റ് ആയാലും ഒക്കെ അവിടെ എല്ലാം നമുക്ക് കാണാൻ കഴിഞ്ഞതെന്ന് പറഞ്ഞാൽ മാൻപേടകളുണ്ട് കേട്ടോ, നല്ല മാനുകളുണ്ട്. അപ്പോൾ മറ്റുള്ള മൃഗങ്ങൾ എന്ന് പറഞ്ഞാൽ രാവിലെ വരണം, അല്ലെങ്കിൽ രാത്രി ഒരു 6 മണിക്ക് ശേഷം പെട്ടെന്ന് കടക്കാൻ കഴിയണം. അതിന് മുന്നേ കഴിഞ്ഞാൽ രാത്രി പോകുന്ന വഴി കാണാൻ ചാൻസ് കൂടുതലാണ്, എന്നാൽ അപകടമാണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ടൈഗർ റിസർവ് ഏരിയയിലെത്തിയിട്ട് ബന്ദിപ്പൂർ ടൈഗർ റിസർവ് ഏരിയയിലെത്തി. അപ്പോൾ ഇതാണ് ആ റിസർവ് ഏരിയ. ഇവിടെ റെസ്റ്റ് എടുക്കാനും വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്യാനും ടോയ്ലറ്റ് പോകാനും പിന്നെ അതുപോലെ തന്നെ ടൈഗർ റിസർവിൻ്റെ അവരുടെ കീഴിൽ യാത്ര പോകാനുള്ള ഫോറസ്റ്റ് വാഹനങ്ങൾ ഇവിടെ ഉണ്ട് കേട്ടോ. അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ്, ചോയ്സാണ്, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ്. എന്തായാലും നമ്മൾ അവിടെ കുറച്ച് റെസ്റ്റ് എടുത്തിട്ട് വീണ്ടും യാത്ര തുടരുകയാണ്. അപ്പോഴാണ് പെട്ടെന്നൊരു എന്ത് കണ്ട് കാട്ടുതീയാണെന്ന് വിചാരിച്ചത്. പെട്ടെന്നാണ് വിചാരിച്ചത് അവിടെ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് അവിടുത്തെ ഫോറസ്റ്റ് അധികൃതർ തന്നെ മൃഗങ്ങൾക്ക് പെട്ടെന്ന് കാഴ്ച കിട്ടാൻ വേണ്ടിയിട്ടും അതുപോലെ കാടുകൾ വെട്ടിത്തെളിക്കാൻ വേണ്ടിയിട്ടും തീയിട്ട് നിരക്കാണ്ട് തീയിട്ടുകാണ്ട് അതെന്താ സംഭവം എന്ന് വെച്ചാൽ കുറച്ച് കാടുകൾ ഇങ്ങനെ വിജനമായി നിൽക്കുമ്പോൾ വാഹനങ്ങൾക്ക് പോകുമ്പോൾ പെട്ടെന്ന് അപകടങ്ങൾ ഇല്ലാണ്ടിരിക്കാനൊക്കെ ചാൻസ് കൂടുതലാട്ടോ. നല്ല കത്തുന്നുണ്ട്, ഭയങ്കര ഹെവി ചൂടാണ്, അതിൻ്റെ ഇടയിലാണ് 2 സൈഡിൽ തീ വരുന്നത്. നമ്മൾ പേടിക്കാണ്ട്, പെട്രോൾ വണ്ടിയൊക്കെ ഇല്ല, നല്ല ഹീറ്റിലാണ് വണ്ടി ഓടുന്നത്, എന്തും സംഭവിക്കുക, ചെറിയൊരു തീപ്പൊരി മതി എന്നായിട്ട് കാളി കത്താൻ. അപ്പോൾ അതൊക്കെ ശ്രദ്ധിക്കണം. എന്തായാലും അവരെന്താ അടുത്ത് വാഹനങ്ങളുടെ അടുത്ത് തന്നെ വാട്ടർ ടാങ്കിലൊക്കെ വെച്ചുകൊണ്ട് തന്നെ വളരെ സേഫ്റ്റിയോട് കൂടി തന്നെയാണ് എന്ത് ചെയ്യുന്നത്, കാടുകൾ കത്തിക്കുന്നത്. അങ്ങനെ ഒരു അപൂർവ ഒരു കാഴ്ച കാണാൻ കഴിഞ്ഞു. എന്തായാലും നമ്മൾ ഈ ലോങ് ബന്ദിപ്പൂർ ഫോറസ്റ്റ് കാട്ടിനോടുകൂടി യാത്രയിൽ കുറച്ച് മൃഗങ്ങളെ കാണാൻ കഴിഞ്ഞു. ഇത് നമ്മൾ അടുത്തൊരു ബോർഡറിലേക്ക് കടക്കുകയാണ്. ഇത് നമ്മുടെ കർണാടകയോട് ബൈ പറയാൻ ടൈമായി. കർണാടകയുടെ ഒരുപാട് മേഖലയോട് നമ്മൾ തിരിഞ്ഞു. 9 മണി മുതൽ 6 മണി വരെ കർണാടക ബന്ദിപ്പൂർ ഫോറസ്റ്റ് റോഡ് ചെക്ക് പോസ്റ്റും ഓപ്പണിങ്. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മുടെ എന്താണ്, എവിടേക്കാണ് പോകുന്നത്, നമ്മുടെ മസിനഗുഡിയിലേക്കാണ് ഇനി കടക്കാൻ പോകുന്നത് കേട്ടോ. തമിഴ്നാട് ബോർഡറിലേക്കാണ് കടക്കാൻ പോകുന്നത്. ഫസ്റ്റ് തമിഴ്നാട് ബോർഡറിൽ കടന്നിട്ടാണ് മസിനഗുഡി, അങ്ങനെ നമ്മൾ മുതുമല അങ്ങനെ പോകുന്നത് കേട്ടോ. മുതുമല ടൈഗർ റിസർവ് ആണ് തമിഴ്നാടിൻ്റെ കീഴിലുള്ളത്. അപ്പോൾ അങ്ങോട്ടാണ് നമ്മൾ കടക്കാൻ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് 2-3 സ്ഥലങ്ങൾ കൊണ്ട് എന്തായാലും അടിപൊളി റോഡൊക്കെയാണ് തന്നെ. ചെക്ക് പോസ്റ്റുകൾ ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇനി നമ്മളിവിടുന്ന് ടോള് വാങ്ങാൻ നിൽക്കുന്നത് തമിഴ്നാടായിരിക്കും. ഇപ്പോൾ നമ്മൾ കർണാടകക്കാർക്ക് 20 രൂപ കൊടുത്തു. 20 രൂപ കൊടുത്തിട്ടാണ് നമ്മൾ ഈ കാടിനുള്ളിൽ കൂടെ എൻട്രി കിട്ടിയത്. ഇനി നമ്മൾ തമിഴ്നാട്ടിലേക്കാണ് കടക്കുന്നത്. തമിഴ്നാട് ബോർഡറാണിത്, തമിഴ്നാട് കർണാടക ബോർഡറാണിത്. നമ്മൾ നേരത്തെ കൊടുത്തത് കേരള കർണാടക ബോർഡറാണ്. അപ്പോൾ എന്തായാലും ഈ തമിഴ്നാട്ടിൽ കടക്കുമ്പോൾ അവിടെയും നമ്മൾ 20 രൂപ ടോക്കൺ കൊടുക്കണം. 20 രൂപ കൊടുത്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തമിഴ്നാട്ടിലേക്ക് കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ തമിഴ്നാട് ബോർഡറിൽ നമ്മളൊന്ന് കാണാം. ഇതാണ് തമിഴ്നാട് ബോർഡർ. ഇവിടെയും ടൈഗർ റിസർവ്ഡ് ഏരിയയാണ്. മുതുമലൈ ടൈഗർ റിസർവ് ഈ ഒരു ഏരിയക്കുള്ളിലാണ് കിടക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് അവിടെ ടോൾ പിരിവിന് ആളുകൾ 2 ചേച്ചിമാർ 2 അക്കമാരുണ്ട്. അവർ നമുക്ക് ഒരു ബില്ല് തരും, അത് നമ്മൾ കൊടുക്കണം. കണ്ടില്ലേ, നമ്മൾ 20 രൂപയായിട്ട് കൊടുക്കുന്നത്. അവർ ടിക്കറ്റ് തരും, അവർ നമ്മൾ സൂക്ഷിക്കുക. അപ്പോൾ എന്തായാലും നമുക്ക് പോകാനുള്ളൊരു വഴിയാണ് 30 രൂപയാണ്. ഓക്കെ സോറി കേട്ടോ, 30 രൂപയാണ്. അവിടെ 20 രൂപയാണ്. പലരും പല രീതിയിലാണ് കൊടുക്കുന്നത്. എന്തായാലും നമ്മൾ തമിഴ്നാട്ടിലോട്ട് കിടക്കുകയാണ്. അപ്പോൾ എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു. അടുത്ത വീഡിയോ വരുന്നവരെ ബൈ.